അതിഥികൾ തുടരുകയാണ്. രാജു ടി നായരിലേക്കൊന്ന് പോയിട്ട് ഞാൻ ശ്രീ ഷാജി എം ജോസഫിലേക്ക് വരാം. ശ്രീ രാജു ടി നായർ, ഇപ്പോൾ ബി ജെ പിയുടെ വാദം LDF നടത്തിയ പ്രചരണത്തിൻ്റെ ഫലമായി ബി ജെ പിക്ക് കിട്ടേണ്ട വോട്ടുകൾ കൂടി നിങ്ങൾക്ക് കിട്ടിയെന്നാണ്. അതുകൊണ്ടാണോ ഉമാ തോമസിന് ഇത്ര ഭൂരിപക്ഷം എന്നാണ് ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ മറ്റൊരർത്ഥം? അല്ല, ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഈ ബി ജെ പി തിരഞ്ഞെടുപ്പിൽ പ്രചരണത്തിൽ അപ്രസക്തമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ ഒരു അനക്കവും ഒരു മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കാതെ പോയ ഒരു പാർട്ടിയാണ് ബി ജെ പി. 2-3 തിരഞ്ഞെടുപ്പുകളായി ബി ജെ പിയുടെ സ്വാധീനം കുറഞ്ഞു വരുന്നു എന്നുള്ളത് നമ്മളെല്ലാവരും കാണുന്നു. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടിൽ എല്ലായിടത്തും ഗണ്യമായിട്ടുള്ള കുറവുണ്ടായി. അത് തൃക്കാക്കരയിൽ വീണ്ടും ഇത് ചെയ്യുന്നുള്ളതാണ്. പിന്നെ അതിനെ കോൺഗ്രസിനോട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ കണക്കുകൾ വെച്ച് 2000 ചില്ലാനും വോട്ട് അവിടെ ബി ജെ പിയുടെ കുറഞ്ഞപ്പോൾ അത് CPM ഇടതു മുന്നണിക്ക് ആ 2000 ചില്ലാനും കൂടുതൽ വോട്ട് കിട്ടിയെന്ന് വേണമെങ്കിൽ എനിക്ക് സമർത്ഥിക്കാം. അത് ഞാൻ തൽക്കാലം എൻ്റെ ഒരു മാന്യത കൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ ഇവിടെ പ്രശ്നം എന്താ? ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു സഹതാപ തരംഗം എന്നുള്ളതിനപ്പുറം വലിയ ഒരു പൊളിറ്റിക്കലായിട്ട് പോയ ഒരു തെരഞ്ഞെടുപ്പ്, അത് UDF അതിനെ പൊളിറ്റിക്കലായിട്ട് സമീപിച്ച ഒരു തെരഞ്ഞെടുപ്പ്. CPM ആദ്യം മുതൽ തന്നെ സർക്കാരിൻ്റെ കേരയിൽ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള റഫറൻഡം ആയിരിക്കും എന്ന് തുടങ്ങി വെച്ച് അതിനുശേഷം വഴിയിൽ വെച്ച് അതല്ല എന്ന് പറഞ്ഞ് തിരിഞ്ഞോടിയ ഒരു തെരഞ്ഞെടുപ്പിൽ മറ്റ് വിഷയങ്ങളെല്ലാം ജനകീയ വിഷയങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പിൽ UDFന് വ്യക്തമായ ഒരു ഭൂരിപക്ഷത്തോടുകൂടി അത് നേരത്തെ ഉണ്ടായിരുന്ന ഒരു 10,000 വോട്ടിലേക്ക് ചുരുക്കാൻ കഴിഞ്ഞെങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേട്ടമായിട്ട് നിങ്ങൾ ആഘോഷിക്കുമായിരുന്നു. പക്ഷെ അതല്ലാതെ ഒരു മുഖത്തടച്ച് അടി കിട്ടുന്നത് പോലെ ഏകദേശം 25,000-ന് മേലെയുള്ള ഒരു ഭൂരിപക്ഷത്തോട് പക്ഷേ രാജു ടി നായർ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, താങ്കൾ ഇതിനെ അക്കാഡമിക്കായി കാണുന്ന ഒരാളാണ് എന്ന്. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. ഈ പിണറായി വിജയൻ സർക്കാരിനോടുള്ള ഒരു താല്പര്യത്തിൻ്റെ പരിശോധനയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നടന്നത് എങ്കിൽ നോക്കൂ, അദ്ദേഹം 99 സീറ്റ് നേടി അധികാരത്തിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയായ 2021 തെരഞ്ഞെടുപ്പിൽ തൃക്കാക്കരയിൽ കിട്ടിയതിനേക്കാൾ വോട്ടുണ്ടിപ്പോൾ. അന്നും തൃക്കാക്കരയിൽ അദ്ദേഹത്തിന് MLA കിട്ടിയില്ല, ആ പാർട്ടിക്ക് CPM-ന് MLA ഇല്ലായിരുന്നു. വോട്ട് കൂടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രകടന പത്രികയ്ക്കുള്ള അംഗീകാരമായിട്ടല്ലേ കാണേണ്ടത്, ഇല്ലെങ്കിൽ വോട്ട് കുറയണ്ടേ? അല്ല അങ്ങനെ അവിടെയാണല്ലോ ഒരാൾക്ക് മാത്രമുള്ള അംഗീകാരം അല്ലല്ലോ, തെരഞ്ഞെടുപ്പല്ലല്ലോ ഇത്. എല്ലാവരും മത്സരിച്ച തെരഞ്ഞെടുപ്പാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷത്തിന് കിട്ടുന്ന ഒരു ഊർജ്ജമുണ്ട്, പ്രതിപക്ഷത്തിനോട് കിട്ടുന്ന ഒരു സപ്പോർട്ട്, അതങ്ങനെയാണ് കണ്ടത്. നേരത്തെ പറഞ്ഞ 2020 വോട്ട് ഉൾപ്പെടെയുള്ളത് നിഷേധ വോട്ടുകളായിരുന്നു. ഞാൻ 2020 വോട്ടിനെ ഒരു പൊളിറ്റിക്കൽ വോട്ടായിട്ട് കാണുന്ന ഒരാളല്ല, ഒരു ആൻറ്റി എസ്റ്റാബ്ലിഷ്മെൻറ്റ് വോട്ടാണ്, നിഷേധ വോട്ടുകളാണ്. ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ പോകണം, എന്നാൽ ഒരു മാറ്റത്തിന് വേണ്ടി ഇവർക്ക് ഇരിക്കട്ടെ എന്ന് ചിന്തിക്കുന്ന അവിടെ നിന്ന് മാറി ഇത് കൃത്യമായിട്ട് ഇപ്രാവശ്യം പ്രതിപക്ഷ രാഷ്ട്രീയത്തോട് ചേർന്ന് നിന്ന് അവർ വോട്ട് ചെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും ഈ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെഴുത്തായിട്ട് അത് UDF-ന് അനുകൂലമായി കിട്ടിയപ്പോഴും ഈ 2020 സ്ഥാനാർത്ഥിയെ നിർത്താതിരുന്നിട്ട് അവരുടെ കുറേ വോട്ടുകൾ UDF-ന് അനുകൂലമായി കിട്ടിയപ്പോഴും LDF-ന് വോട്ട് കൂടിയിട്ടുണ്ട്. 2021 ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യമുണ്ടല്ലോ, താങ്കൾ ശ്രദ്ധിച്ചു കാണും. 2021 പിണറായി വിജയന് തൃക്കാക്കരയിൽ കിട്ടിയ, അങ്ങനെ പറയാൻ പാടില്ല, പിണറായി വിജയൻ അവിടെ മത്സരിച്ചിട്ടില്ല, എന്നാലും CPM-ന് തൃക്കാക്കരയിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വോട്ടുകൾ ഇപ്പോഴുണ്ട്. പിണറായി വിജയനോട് താല്പര്യം കുറവാണെങ്കിൽ ഇങ്ങനെയാണോ സംഭവിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് തൃക്കാക്കരയിലെ ഉപതെരഞ്ഞെടുപ്പിലോ മറ്റെവിടെയെങ്കിലും ഉള്ള തെരഞ്ഞെടുപ്പിലോ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി എന്ന പദത്തിൽ ഇരുന്നു കൊണ്ട് മാത്രമല്ല, ഈ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന കാലത്തും എല്ലായ്പ്പോഴും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും എല്ലാ മണ്ഡലങ്ങളിലും പിണറായി വിജയൻ എന്ന് പറയുന്ന CPIM-ൻ്റെ നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിൽ BJP-യുടെ പ്രസിഡന്റിന് ക്യാമ്പയിൻ നടത്താമെങ്കിൽ കേരളത്തിലെ ഒരു നിയമസഭാ മണ്ഡലത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ അവിടെ പ്രചരണം നടത്തുന്നത് എന്തോ വലിയ പാതകമായി പോയി എന്ന് ഞാൻ കരുതുന്നില്ല. അങ്ങനെ കരുതുന്നവർ മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സംഘാടക പാടവത്തെ
മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശ്രീ ഷാജി ജോസഫ്, താങ്കൾ ഈ പറഞ്ഞ കാര്യം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇത് എല്ലാ കാലത്തും കേരളത്തിൽ നടക്കുന്ന കാര്യമാണ്. ഒരു സൊസൈറ്റി തെരഞ്ഞെടുപ്പാണെങ്കിൽ പോലും അതല്ല പ്രാദേശികമായ ഉപതെരഞ്ഞെടുപ്പുകളാണെങ്കിൽ കൂടി, പ്രാദേശിക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പാണെങ്കിൽ കൂടി പാർട്ടികളുടെ പ്രാദേശിക ഘടകങ്ങൾ സംസ്ഥാനതല ദേശീയ നേതാക്കളെ അവിടെ കൊണ്ടുവരാൻ മത്സരിക്കുന്ന കാഴ്ചയുണ്ട്. അല്ല, അത് മാത്രമല്ല, നമ്മൾ അരുവിക്കര തെരഞ്ഞെടുപ്പിൻ്റെ കാര്യമെന്ന് ആലോചിക്കുക. അവിടെ ശ്രീ ഉമ്മൻചാണ്ടി സന്നിഹിതനായിരുന്നില്ലേ? അപ്പോൾ ഭരിക്കുന്ന ഗവൺമെൻറ് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ അവിടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഫങ്ഷണറീസും, മന്ത്രിമാരാണെങ്കിലും അല്ലെങ്കിലും MLA-മാരാണെങ്കിലും അവർ അവരുടെ പൂർണ്ണമായ ശക്തിയോടെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അരുവിക്കരയിൽ അങ്ങനെ ഉമ്മൻചാണ്ടി വന്ന് അതിന് നേതൃത്വം കൊടുത്ത് അവിടെ അരുവിക്കരയിൽ ജയിച്ചു. ജി കാർത്തികേയൻ്റെ മകൻ ശ്രീ ശബരിനാഥൻ അവിടെ MLA ആയി. തൊട്ടടുത്ത് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം പോയി. നമ്മൾ മറ്റൊരു കാര്യം കൂടെ കാണണം. അങ്ങനെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മത്സരിക്കുമ്പോഴും ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് എന്ന് പറയുന്നത് കേവലം UDF മാത്രമായിരുന്നില്ലല്ലോ. LDF വിരുദ്ധരെല്ലാവരും കൂടി, അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ എതിർക്കുന്ന എല്ലാ ശക്തികളും. ഇപ്പോൾ 2020 കാര്യം പറഞ്ഞു. എന്തായിരുന്നു 2020 തൃക്കാക്കരയിലെ അജണ്ട? എനിക്ക് തോന്നുന്നത് സാബു ജേക്കബ് എന്ന് പറയുന്ന 2020 മുൻനിരയിൽ നിൽക്കുന്ന നേതാവിന് വ്യക്തിപരമായി ഈ ഗവൺമെൻറ്റിനോടുള്ള ചില പ്രശ്നങ്ങളാണ്. അവിടെ മത്സരിക്കുന്നില്ല, ഇതൊരവസരമായി എടുത്തുകൊണ്ട് ഈ ഗവൺമെൻറ്റിനെ എതിർക്കണമെന്ന് അദ്ദേഹം തീരുമാനിക്കാനുള്ള കാരണമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ താങ്കൾ ഈ പറഞ്ഞ അർത്ഥത്തിലുള്ള ചില പ്രതികരണങ്ങളാണ് ഞാൻ വായിച്ചെടുത്തത്. അരവിന്ദ് കെജ്രിവാൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ 2020 പ്രസൻസ് ഉണ്ടാകും എന്ന് പറഞ്ഞു വെച്ച ശേഷവും ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയോ 2020 ഉണ്ടാകില്ല എന്നൊരു തീരുമാനമെടുത്തെങ്കിൽ അത് സാബു ജേക്കബിൻ്റെ മാത്രം തീരുമാനമാണ്. ആ തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിച്ചത് ഒരു വ്യക്തിപരമായി ഈ ഗവൺമെൻറ്റിനെതിരെ അദ്ദേഹം കൊണ്ടു നടക്കുന്ന ചില പ്രശ്നങ്ങൾ മാത്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് അതിനുള്ള വോട്ടാണ് ഇന്നിവിടെ സംഭവിച്ചത് എന്നാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത്. അല്ല, അതുകൊണ്ട് തന്നെ ശ്രീ ഷാജി ജോസഫിനോട് എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് ചോദിച്ചോളൂ. 2020 വോട്ടുകൾ കൂടുതലായും നീങ്ങിയത് UDF-ലേക്കാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, LDF വിരുദ്ധരും അല്ലെങ്കിൽ LDF വിരുദ്ധത, ഈ ഗവൺമെൻറ്റിനെ എതിർപ്പുള്ളവരെല്ലാവരും കൂടി രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായുമുള്ള എല്ലാ ഡിഫറൻസസിനെയും ബ്ലർ ചെയ്തുകൊണ്ട് ഒരു വോട്ടിംഗ് അവിടെ നടന്നു എന്നതിൻ്റെ ഒരു കൃത്യമായ റിസൾട്ടാണല്ലോ നമ്മൾ കാണുന്നത്. ആ സാഹചര്യത്തിലും LDF-ൻ്റെ കാൻഡിഡേറ്റിൻ്റെ വോട്ട് അവിടെ കൂടി എന്ന് പറയുന്നത് അതിൻ്റെ കാരണം പച്ച സത്യം എന്ന് പറയുന്നത് LDF-ന്റെ നേതൃത്വം ശക്തമായി അവിടെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇടപെട്ടു എന്നുള്ളതിൻ്റെ സത്യമാണത്. യെസ്, തീർച്ചയായിട്ടും. ശ്രീ രാജു ടി നായർ, താങ്കൾ എന്ത് ചോദ്യമാണ് ചോദിക്കാൻ വന്നത്? ശ്രീ ഷാജി ജോസഫ് ഇവിടെ പറയുന്നു 2020 വോട്ട് അത് സാബു ജേക്കബിന് സർക്കാരിനോടെതിരായിട്ടുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഉണ്ടായ ഒരു ഇതാണെന്ന് പറഞ്ഞു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണത്തിൽ എവിടെയെങ്കിലും സർക്കാരിനെതിരായിട്ട് നിൽക്കുന്ന 2020 അല്ലെങ്കിൽ ഈ സാബു ജേക്കബിനെതിരെ ഏതെങ്കിലും ഒരു CPM നേതാവ് ഒരു പ്രസ്താവന നടത്തിയായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഒരു രാഷ്ട്രീയമായ പോരാട്ടം. ഈ സാബു ജേക്കബിനെതിരായി നിരന്തരം പോരാടിയ ആളാണ് PT തോമസ്. PT തോമസിന്റെ ശക്തമായ പോരാട്ടത്തിന്റെ തുടർച്ച പിന്നീട് കണ്ടില്ല. ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. അങ്ങനെ സർക്കാരിനെതിരെ സാബു ജേക്കബ് നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ രാഷ്ട്രീയമായിട്ട് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സാബു ജേക്കബിന് ഒരു പ്രസ്താവന നടത്തണ്ടേ? അത് പ്രസ്താവന നടത്തിയില്ലെന്ന് മാത്രമല്ല, ശ്രീനിജനും സാബു ജേക്കബും തമ്മിലുള്ള ക്ലാഷ് അത് ശ്രീ PV ശ്രീനിജൻ പരസ്യമാക്കിയപ്പോൾ ശ്രീനിജനെ താക്കീത് ചെയ്ത് തള്ളിപ്പറയുന്ന സമീപനമാണ് CPM എടുത്തത്. എന്നിട്ട് പറഞ്ഞത് ആ 2020 വോട്ട് മുഴുവൻ സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വന്ന് ചേരുക. ഷാജി ജോസഫ് മറുപടി പറയുമ്പോൾ അല്ലെങ്കിൽ അഭിപ്രായം പറയുമ്പോൾ തങ്ങളുടെ പഴയ പ്രസ്താവന മുഴുവൻ വിഴുങ്ങിയിട്ട് പറയരുത്.
ഇതൊക്കെ കൂടി ഇല്ല, പക്ഷെ അതുകൊണ്ടൊക്കെ 2020യും LDF തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നൊന്നും പറയാൻ സാധിക്കില്ലല്ലോ. കൃത്യമായിരുന്നല്ലോ കാര്യങ്ങൾ. ഡോക്ടർ അലി ഇല്ലല്ലോ ഒരു കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിപ്പോ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? രാജു ഒരു കാര്യം ഒരു ചോദ്യം, സ്വാഭാവികമായിട്ട് ഞങ്ങൾക്ക് വന്ന് ചേരുമെന്ന് പറഞ്ഞ വോട്ട് എതിരാവുമ്പോൾ അത് 2020 സർക്കാർ വിരുദ്ധ വോട്ടാണെന്ന് പറയുന്നതിൽ എന്ത് കാര്യമുള്ളൂ? രാജു, നിങ്ങളുടെ ചോദ്യത്തിനുള്ള ഉത്തരം ഞാൻ മറു ചോദ്യമായിട്ട് അങ്ങോട്ട് ചോദിക്കാം. സാബു ജേക്കബിനെയും 2020 മൂവ്മെന്റിനെയും നഖശികാന്തം എതിർത്തുകൊണ്ടിരുന്ന ബെന്നി ബെഹനാനെ പോലെയുള്ള PT തോമസിനെ പോലെയുള്ള നിങ്ങളുടെ നേതാക്കൾ ആരെങ്കിലും PT തോമസിൻ്റെ നിര്യാണത്തിന് ശേഷം ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആരെങ്കിലും 2020യുടെ നയങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരക്ഷരം മിണ്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? കാരണം ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ അത് നിങ്ങൾക്ക് തന്ത്രപരമായി തെറ്റാകുമെന്നതുകൊണ്ടാണ്. അത് തന്നെയാണ് CPIM-ന്റെ നിങ്ങൾ ചോദിച്ചല്ലോ, CPIM-ന്റെ നേതാക്കൾ എന്തുകൊണ്ട് 2020-ക്കെതിരെ സാബു ജേക്കബിനെതിരെ സംസാരിച്ചില്ലെന്ന്. ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം. തെരഞ്ഞെടുപ്പിൽ തന്ത്രങ്ങൾ എന്ന് പറയുന്നത് വിളിച്ചു പറയുന്നത് മാത്രമല്ല, നിശബ്ദമായിരിക്കുന്നത്. രാജു ടി നായർക്കും അറിയാം. ആ തർക്കത്തിലേക്ക് പോകണ്ട. ശ്രീ ഷാജി എം ജോസഫ്, ഒറ്റ മിനിറ്റ് ശ്രീ രാജു ടി നായർ. ഞാൻ അതിലേക്ക് വരാം. അത് തർക്കത്തിലേക്ക് ഞാൻ പറയാം, അതിന് മറുപടി ഞാൻ പറയാം. അല്ല, ഞാൻ വരാം അങ്ങനെയൊക്കെ വരാം. നമുക്ക് അതിലേക്ക് മാത്രം പോയിട്ട് കാര്യമില്ല. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്. BJP-യുടെ ഇരിപ്പുണ്ട്. ശ്രീ സജി നമ്മളെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ തർക്കം അങ്ങ് പോവുകയാണെങ്കിൽ അവരുടെ കുറേ കാര്യങ്ങൾ പറയാതെ രക്ഷപ്പെടും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട്. ശ്രീ ഷാജി എം ജോസഫ്, ചോദിക്കേണ്ടത് ഇതാണ്. BJP-യുടെ 2000 ചില്ലറ വോട്ടുകൾ കുറഞ്ഞു, അത് തിരിച്ച് 2500 അവിടെ നിലനിർത്തുക എന്നുള്ളതായിരുന്നില്ലല്ലോ അവരുടെ തെരഞ്ഞെടുപ്പിലെ അജണ്ട. അവർക്കത് A ക്ലാസ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നീട് അത് C ക്ലാസ് ആയി. C ക്ലാസ് ഇപ്പോൾ D ആണ് റിസൾട്ട് വരുമ്പോൾ. അത് എന്തുകൊണ്ട് മുകളിലേക്ക് ഉയർന്നു പോയില്ല എന്നുള്ളിടത്ത് എന്താണ് BJP ശരിക്കും അവിടെ കളിച്ചത് എന്നുള്ളത് ഒരു വിലയിരുത്തൽ ആവശ്യമില്ലേ? ഞാനിപ്പോഴും ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ അവിടെ മനസ്സിലാക്കി വെച്ചു. ശ്രീ സജി, ഒറ്റ മിനിറ്റ്. ശ്രീ ഷാജി എൻ ജോസഫിനോട് ഞാൻ ചോദിച്ചത്, അത് കേട്ടാൽ താങ്കൾക്ക് പ്രതികരിക്കാം. തൃക്കാക്കരയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നത്, എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക്, BJP-യുടെ കുറഞ്ഞത് 5000 മുതൽ 7000 വോട്ട് BJP-യിൽ നിന്ന് മാറിപ്പോകും എന്ന ഒരു ഭയം അല്ലെങ്കിൽ ഒരു ആശങ്ക അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ 2500 വോട്ടേ BJP-യിൽ നിന്ന് പോകുന്നതായി നമ്മൾ കാണുന്നുള്ളൂ എങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ വോട്ട് ചോർച്ചയിൽ നിന്ന് ഒഴിവാകാൻ BJP-ക്ക് സാധിച്ചിട്ടുണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ. എന്നാൽ LDF-നെതിരെയുള്ള സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെതിരെയുള്ള ഒരു ഒത്തൊരുമ അവിടെ ഉണ്ടായി എന്നതിൽ നിന്ന് BJP-ക്കോ 2020-ക്കോ UDF-നോ ഒഴിവാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അവിടുത്തെ പരമമായ സത്യം. ശ്രീ ഷാജി ജോസഫ്, അവിടെ എനിക്കൊരു സംശയം ഇപ്പോഴും ഉള്ളത്, അതാണ് നേരത്തെ അരുവിക്കര, നെയ്യാറ്റിൻകര, ചെങ്ങന്നൂർ, ഈ മറ്റ് ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളെയൊക്കെ ചൂണ്ടിക്കാണിച്ചു. വട്ടിയൂർക്കാവ്, കോന്നി, ഇവിടെയൊക്കെ BJP കാൻഡിഡേറ്റ്സ് ഈ കഴിഞ്ഞ പ്രത്യേകിച്ച് 2014 ശേഷം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഹൈപ്പുണ്ട്. ഇവിടെ UDF തകരുന്നു, ഞങ്ങളാണ് 2ാം സ്ഥാനത്തേക്ക് എന്നെങ്കിലും, ഒന്നിലേക്ക് A ക്ലാസ് എന്നൊക്കെ പറഞ്ഞു വരും, പക്ഷേ രണ്ടാമതെങ്കിലും ഞങ്ങളാണ് എന്ന് പറഞ്ഞ് എത്തിക്കാനുള്ള ശ്രമമുണ്ട്. ആ ശ്രമത്തിൽ ഇത്തവണയും അവർ ഒരു മീഡിയ ഹൈപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചു. PC ജോർജിനെ കൊണ്ടുവന്നും അത് ശ്രമിച്ചു. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ സംഭവിച്ചതാണ് ഇപ്പോൾ ഈ കണ്ട കാഴ്ച. അത് ആ 2500-ന്റെ കുറവ് മാത്രമല്ല, അവർക്ക് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന, അതായത് തൊട്ട് മുമ്പ് എറണാകുളത്ത് പല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ പല മണ്ഡലങ്ങളിൽ UDF-ൽ നിന്ന് അവർ പിടിച്ചെടുത്തതാണ്. അവർക്ക് വിജയമുണ്ടായതാണ്. ആ വോട്ടുകളൊന്നും ഇപ്പോൾ കണ്ടില്ല അവിടെ. അതെന്തുകൊണ്ടാണെന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറയുന്നത്, ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് സംഭവിച്ച വോട്ട് ചോർച്ച എന്ന് പറയുന്നത് BJP-യുടെ പാർട്ടി വോട്ടുകൾ മാത്രമല്ലല്ലോ, BJP-ക്ക് വോട്ട് ചെയ്യുന്ന അഭ്യുദയകാംക്ഷികളായവരുടെ വോട്ട്, അതൊന്നും സമാഹരിക്കാൻ BJP-ക്ക് സാധിച്ചില്ല എന്നുള്ളത് വളരെ വ്യക്തമല്ലേ. പക്ഷേ അപ്പോഴും BJP-യും 2020-യും ഒക്കെ ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഒരു LDF വിരുദ്ധതയോടെയാണെന്ന് ശ്രീ സജി പോലും പറഞ്ഞു വെച്ചല്ലോ. ആ LDF വിരുദ്ധതയാണ് ഈ 3 കക്ഷികളെ നയിച്ചത്. അതുകൊണ്ട് ഒരൊറ്റ കിറ്റിയിലേക്ക് LDF വിരുദ്ധരുടെ വോട്ടുകൾ വന്നു ചേർന്നു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം. യെസ്.
ശ്രീ സജി, എൻ്റെ ചോദ്യം കേട്ടിരുന്നോ എന്ന് എനിക്കറിയില്ല. കേട്ടെങ്കിൽ മറുപടി. ഞാന് പറയാൻ തുടങ്ങിയതില്ല അല്ലെ, ഈ ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ രാഷ്ട്രീയ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം എല്ലാവിധ സജ്ജീകരണങ്ങളോടും സന്നാഹങ്ങളോടും കൂടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി. പക്ഷെ ആദ്യം തന്നെ ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ തന്നെ പറഞ്ഞു, ഏത് വിധേനയെങ്കിലും ഈ തെരഞ്ഞെടുപ്പില് വിജയിക്കുക എന്നുള്ള ഒരു തീരുമാനമായിരുന്നു LDF നടത്തിയിരുന്നത്. അതുകൊണ്ട് ഞാനിപ്പോ എൻ്റെ ഒരു വിശകലനത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ശ്രീ അരവിന്ദ് കേജ്രിവാളിന്റെ കേരള സന്ദർശനത്തിന് ശേഷം CPM-ൽ നിന്ന് സ്വാഭാവികമായിട്ട് സ്ഥാനാർത്ഥി നിർണയം ഉൾപ്പെടെയുള്ള അവരുടെ കാര്യങ്ങളിലും അവരുടെ അടിസ്ഥാന കാര്യങ്ങളിൽ നിന്നുള്ള വ്യതിചലിച്ചിട്ടുള്ള പല കാര്യങ്ങളിലുമുള്ള അവരുടെ പാർട്ടി വോട്ടുകളിൽ വലിയ ചോർച്ച ഉണ്ടായത്, അവര് മിനിമൈസ് ചെയ്തത് ഈ 2020-യുമായിട്ടുള്ള അവരുടെ വോട്ടുകൾ ബാലൻസ് ചെയ്തുകൊണ്ടാണോ എന്ന് എനിക്ക് കൃത്യമായിട്ടുള്ളൊരു സന്ദേഹമുണ്ട്. കാരണം അരവിന്ദ് കേജ്രിവാള് മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ടുള്ള ആ ഒരു ബന്ധം തൃക്കാക്കരയില് എങ്ങനെയെങ്കിലും ജയിക്കുന്നതിന് ഉപയുക്തമാക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത്. ശ്രീ സജി, അത് LDF മറുപടി പറയേണ്ട കാര്യമാണ്, അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധികൾ പറയേണ്ട കാര്യമാണ്. അത്തരം ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ടാകും. പക്ഷെ എൻ്റെ ചോദ്യം BJP-യെ കുറിച്ചാണ്. ആ സംശയം ആര് തീർക്കും? എൻ്റെ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ ഓരോ തെരഞ്ഞെടുപ്പുകളിലും അതാത് സമയത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങള് ഏറ്റവും കൂടുതൽ ഏത് രീതിയിൽ, അത് ചിലപ്പോൾ ഗവൺമെന്റിന് അനുകൂലമാകാം, ഗവൺമെന്റിന് പ്രതികൂലമാവാം. ഇപ്പൊ കഴിഞ്ഞ നിങ്ങൾ തന്നെ അതിലൊരു വാക്യം പറഞ്ഞല്ലോ, ലാല് തന്നെ പറഞ്ഞു, തൊട്ടടുത്ത 3 തെരഞ്ഞെടുപ്പുകളിൽ, ഒന്ന് കോൺഗ്രസിന്റെ പരാജയപ്പെടുത്തിക്കൊണ്ട് എറണാകുളം സിറ്റിയിൽ ഞങ്ങൾ വിജയിച്ചു, 2 സീറ്റുകൾ തൃപ്പൂണിത്തറ LDF-ൽ നിന്ന് പിടിച്ചെടുത്ത് ഞങ്ങൾ തദ്ദേശ സ്വയംഭരണത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചു, ഒക്കെ നടന്നതാണ്. പക്ഷെ ഈ ലാസ്റ്റ് തെരഞ്ഞെടുപ്പില് അവസാന ഘട്ടത്തില് ഈ കേരളയില് ഇന്നുള്ള കേരളത്തിന്റെ ഒരു വികാരം, അത് തൃക്കാക്കരയിലെ ജനങ്ങള് അത് വളരെ മോശമായ രീതിയിൽ, ഒരു ജനാധിപത്യ സമ്പ്രദായത്തില് ഒരു ഗവൺമെന്റുകൾക്ക് വികസന കാര്യങ്ങൾ നടപ്പിലാക്കുന്നതിന് പരിപൂർണമായ അധികാരമുണ്ട്. പക്ഷെ അത് നടപ്പിലാക്കുന്ന രീതി, അത് ജനങ്ങളോട് എങ്ങനെയാണ് ഏറ്റവും പാവപ്പെട്ട ജനങ്ങളുടെ വീടുകളിലേക്ക്, പാവങ്ങളിലേക്ക് പോലീസുകാരല്ലല്ലോ ചെയ്യേണ്ടത്, അങ്ങനെ ഒരു സംവിധാനമല്ലല്ലോ നമ്മള്. അപ്പൊ അവർക്ക് വേണ്ട ഒരു ഇല്ല, അതൊന്നും BJP-യുടെ വോട്ട് കുറഞ്ഞത് എന്താണെന്ന കണക്ക് നമുക്ക് വ്യക്തമാക്കുന്നില്ല. ഒറ്റ മിനിറ്റ് ഞാൻ വരാം. വന്നു എന്നുള്ളത് നമ്മൾ കണ്ടുകൂടാ. ശരി, ഞാൻ ഒരു മിനിറ്റ് ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ ഷാജി M. ജോസഫ്, ഈ പറഞ്ഞ കണക്കുണ്ടല്ലോ, BJP-ക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ കേരളിനെ കുറിച്ചുള്ള ചർച്ച വരുന്നത് BJP-ക്കല്ല വോട്ട് കൊടുക്കുന്നത്, അത് അവരും ഒരുപാട് പ്രചരിപ്പിച്ചതാണ്, ഇതെല്ലാം കൂടെ വോട്ട്. ആ രാഷ്ട്രീയ സാഹചര്യത്തില് ആ സർക്കാരിനെതിരെ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്? അത് വേറെ ആളും ഈ ചാനൽ ചർച്ചയിൽ പങ്കെടുത്ത ഒരാളും പറഞ്ഞു, ജനങ്ങള് BJP പ്രവർത്തകരുണ്ട്, BJP അനുഭാവികളുണ്ട്, BJP-യുടെ ഓരോ മാനിഫെസ്റ്റോയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുണ്ട്, അങ്ങനെയാണ് സമാഹരിച്ചു വരുന്നത്. അപ്പൊ അതില് സമാഹരിക്കപ്പെടുന്ന വോട്ട്. ശരി, ശ്രീ ഷാജി ജോസഫ്, ഈ ഒരു കാഴ്ചപ്പാടിനെ എങ്ങനെ കാണുന്നതാണ്? കേരളിന് എതിരായിട്ടുള്ള പ്രചരണം നടന്നു കഴിഞ്ഞാൽ ആ വോട്ട് നേരെ UDF-ലേക്ക് പോകുന്നു. LDF-നെതിരെ എന്തൊക്കെ BJP പറഞ്ഞാലും ആ വോട്ടുകൾ നേരെ UDF-ലേക്ക് പോകുന്നു. ആം ആദ്മി പാർട്ടി വന്ന് അല്ലെങ്കിൽ 2020 വന്ന് എന്തെങ്കിലും പ്രചരിപ്പിച്ചാൽ ആ വോട്ട് നേരെ BJP-ക്ക് കിട്ടാതെ നേരെ UDF-ന് പോകുന്നു, LDF-ന് ഇതെല്ലാം എതിരായി മാറുന്നു എന്നൊക്കെയുള്ള BJP-യുടെ ഒരു വിശദീകരണം, ഇതെങ്ങനെയാണ് ശരിയാവുക? ഡോക്ടർ ലാൽ, കേരളത്തിലെ രാഷ്ട്രീയ സ്ഥിതിയിൽ, ആ രാഷ്ട്രീയ സ്പേസിൽ LDF UDF തമ്മിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഈ സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ സ്പേസ് കണ്ടെത്തുക എന്ന് പറയുന്ന BJP-യുടെ അല്ലെങ്കിൽ NDA-യുടെ വളരെ ദീർഘനാളായുള്ള ആ ശ്രമം, ഒരു ഘട്ടത്തിൽ നമ്മൾ BJP അങ്ങനെ ഒരു തേർഡ് സ്പേസ് കേരളത്തിൽ എടുക്കും എന്ന് നമ്മളെ തോന്നിക്കുന്ന രീതിയിലുള്ള BJP-യുടെ വളർച്ചയുടെ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ നാളുകളിൽ, ഇൻക്ലൂഡിങ് ഈ കഴിഞ്ഞ ഇന്ന് ഫലമറിഞ്ഞ ബൈ ഇലക്ഷൻ, അവിടെയൊക്കെ നമ്മൾ കാണുന്നത് BJP-യുടെ വളർച്ച പടവലങ്ങ പോലെ താഴോട്ടാണെന്നാണ്. അല്ല, അതിന് കാരണം ആരാണെന്നാണ് അപ്പോൾ മനസ്സിലാക്കേണ്ടത്. അത് അങ്ങനെയാണെങ്കിൽ അത് LDF ആണ്
ഈ BJP-യുടെ വളർച്ചയെ തടയിടുന്നത് എന്ന് വ്യക്തമാകുകയല്ലേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ? അത് മാത്രമല്ലല്ലോ, നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. BJP എന്ന് പറയുന്ന ഒരു പാർട്ടി, ഇന്ത്യ ഭരിക്കുന്ന പാർട്ടി, ലോകത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ കക്ഷി എന്ന് അവകാശപ്പെടുന്ന ഒരു പാർട്ടി, ഇന്ന് കേരളത്തിലെ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ അവരുടെ അജണ്ട എന്തായിരുന്നു? തങ്ങളുടെ പരമ്പരാഗതമായ വോട്ടുകളെ പിടിച്ചു നിർത്തണം, അതിനുമപ്പുറം വോട്ടുകൾ സമാഹരിക്കണം എന്ന തനതായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇൻട്രിൻസിക്കായ ഇൻക്ലിനേഷനെ, പൊളിറ്റിക്കൽ ഇൻക്ലിനേഷനെ മാറ്റിവെച്ചുകൊണ്ട് BJP ഈ ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടത് UDF-ൻ്റെയും 2020-യുടെയും മാനസികതയോട് തന്നെയാണ്, അതേ സമീപനത്തോടു കൂടി തന്നെയാണ്. അവിടെയാണ് BJP-ക്ക് വോട്ടുകൾ നഷ്ടപ്പെടുന്നത്. അപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ പരാജയം LDF-നുണ്ടാകണം എന്ന ഒരൊറ്റ ലക്ഷ്യത്തോടു കൂടി, അപ്പോൾ അതിൻ്റെ അനുകൂല ഘടകം ലഭിക്കുന്നത്, അതിൻ്റെ ഒരു ബെനഫിഷ്യറി എന്ന് പറയുന്നത് LDF-നെതിരെ യുദ്ധം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന, വലിയ പ്രചരണം അഴിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന UDF തന്നെ ആയിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട്. അപ്പോൾ UDF-ന് 2020-യുടെയും BJP-യുടെയും LDF വിരുദ്ധതയുടെ വോട്ടുകൾ ലഭിച്ചു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് ഇതിലെ രാഷ്ട്രീയ സന്ദേശം എന്ന് പറയുന്നത്. യെസ്. അപ്പോൾ BJP-ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഒരു പാഠം പഠിക്കാനുണ്ടെങ്കിൽ, കഴിഞ്ഞ 2 ലോക്സഭാ ഇലക്ഷനിലും 2 നിയമസഭാ ഇലക്ഷനിലും തങ്ങൾക്ക് ആർജിക്കാൻ കഴിഞ്ഞ വോട്ടുകൾ നേരെ പകുതിയായി ഈ ഉപതെരഞ്ഞെടുപ്പിൽ വന്ന് നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്നതിന് ഉത്തരം പറയേണ്ടത് BJP-യാണ്. കാരണം 21,000 വോട്ട് വരെ ലഭിച്ചൊരു പാർട്ടിക്ക് എന്തുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു സ്ഥിതി, 10% താഴെ വന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നെങ്കിൽ ആ വോട്ട് എവിടെ പോയി? ശരി, എന്തുകൊണ്ട് അങ്ങനെ പോയി? ശ്രീ സജി, അതാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാണ് നിങ്ങളുടെ വോട്ട് പോയത് എന്നുള്ളതിന് ഈ തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമുക്ക് വിശകലനം ചെയ്യാൻ പറ്റുന്നത് വളരെ ഗൗരവം കുറഞ്ഞ രീതിയിലുള്ള ഇടപെടലാണ് BJP-യുടെ ഭാഗത്തു നിന്ന് വരുന്നത് എന്നാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ പാർട്ടി ഓഫീസിലേക്ക് BJP സ്ഥാനാർത്ഥി തന്നെ വന്ന് വോട്ട് ചോദിക്കുന്നതും ആ വോട്ട് ഒരു സാധാരണ അഭ്യർത്ഥന പോലെ അല്ലാതെ ഒരു ധാരണയുടെ പുറത്താണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത്. അതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം എന്തായിരുന്നു ആ പ്രചരണ വേദിയിൽ നമ്മൾ കണ്ടത്? അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ വളരെ ഗൗരവമായി ഇടപെടേണ്ട ഘട്ടങ്ങളിലൊക്കെ നിങ്ങളുടെ സ്ഥാനാർത്ഥി PC ജോർജിന് വേണ്ടി പോലീസ് സ്റ്റേഷൻ്റെ അവിടെ പോയി നിൽക്കുക, മറ്റ് സമരങ്ങളിൽ പോയി നിൽക്കുക, ക്ഷേത്രങ്ങളിൽ പോയി ആരാധന നടത്തുന്നത് കാണിച്ചുകൊണ്ടൊരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാകുക, ഇതൊന്നും കേരളത്തിൽ ഏൽക്കില്ല എന്നല്ലേ മനസ്സിലാകുന്നത്? അതൊക്കെ UDF-ലേക്ക് നിങ്ങളുടെ വോട്ടുകൾ പോകുന്നതിന് കാരണമായി. ഞാൻ മറുപടി പറയാം. ഈ സ്ഥാനാർത്ഥികള് ഏതെങ്കിലും ഇവിടെ തൃക്കാക്കരയിലെ വലിയ രാഷ്ട്രീയ വൈര്യങ്ങളിലൊന്നുമില്ല. ഞാനും ANR-ഉം കൂടെയാണ് CPM-ന്റെ പാർട്ടി ഓഫീസിലും CPM-ന്റെ തെരഞ്ഞെടുപ്പ് ഓഫീസിലും പോയി അവിടെ മുഴുവൻ ആളുകളെയും കണ്ട് വോട്ട് ചോദിച്ചത്. എന്താണ്? CPM-ആയിട്ട് BJP-ക്ക് ധാരണകൾ കൊണ്ടാണോ? ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിനും വോട്ടെടുപ്പിന്റെ ദിവസവും CPM-ന്റെ അല്ലെ LDF-ന്റെ സ്ഥാനാർത്ഥി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയും കണ്ടപ്പോൾ അവര് കെട്ടിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുകയും പരസ്പരം ആശയങ്ങൾ കൈമാറുകയും ചെയ്യുന്നു. നമ്മൾ ജനാധിപത്യത്തില് ആശയ സംവാദത്തിലാണ്. വെറുതെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിലുള്ള ഒറ്റ മിനിറ്റ് അതായത് നമുക്ക് ആശയ സംവാദമാകാം, പക്ഷേ സ്ഥാനാർത്ഥികളുടെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ടല്ലോ. ശ്രീ സജി ഒറ്റ മിനിറ്റ്. ശ്രീ സജി, 25,000 രൂപ വോട്ട് വിജയം വന്നത് എങ്ങനെയാണ്? ഇത്ര വലിയ ഒരു വിജയം വന്നത് എന്തുകൊണ്ടാണ് ആരും ചോദിക്കാത്തത്? ഞാൻ ചോദിക്കാം, ഞാൻ അതാണ് ചോദിച്ചു വരുന്നത്. ശ്രീ സജി ഒറ്റ മിനിറ്റ് തിരിച്ചുകൊണ്ടുവരാൻ കഴിവൊക്കെ BJP-ക്ക് ഉണ്ട്. ശ്രീ സജി ലാലി ചോദിക്കുക, അവിടെ വന്നിരിക്കുന്ന CPM-ന്റെ പ്രതിനിധിയോട് ചോദിക്കുക, എങ്ങനെയാണ് ഇത്ര 25,000 വോട്ട് നിങ്ങളുടെ പിന്നോട്ട് പോകാനുള്ള കാരണം? ഇവിടെ CPM-ന്റെ പ്രതിനിധി ഇല്ല, ദൗർഭാഗ്യവശാൽ. ഇപ്പോ നമ്മളോടൊപ്പം CPM പ്രതിനിധി ഇല്ല. ഇപ്പൊ നമ്മളോടൊപ്പം CPM പ്രതിനിധി ഇല്ല. ശ്രീ സജി
ശരി ശ്രീ സജി ഒറ്റ മിനിറ്റ് ഇത്ര മാത്രമേ ഉള്ളൂ. നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥികളുടെ ബോഡി ലാംഗ്വേജ് ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശ്രീ ANRനോട് മാധ്യമങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അദ്ദേഹം ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മുതൽ പറയുന്നത് എന്താണ്? ഉമാ തോമസിന് ഇത്ര ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയുണ്ട്, ഇത്ര അവർക്കൊരു ഇന്ന് പറഞ്ഞത് എന്താണ്? ആ സിമ്പതിയുടെയൊക്കെ ഒരു ഫാക്ടർ അവർക്ക് ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് അവർക്ക് ഞാൻ അഭിനന്ദനങ്ങൾ നേരുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പോസിറ്റീവായി സ്ഥാനാർത്ഥികളും പാർട്ടിക്കാരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നല്ല അങ്ങ് പറഞ്ഞതുപോലെയുള്ള ഒരു ഭാഷ ഉണ്ടാകേണ്ടത് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു എക്സസൈസാണ് നമുക്ക് നടക്കേണ്ടത്. പക്ഷേ ഇതൊരു പരിധിക്കപ്പുറത്തേക്ക് പിടിച്ചടക്കാൻ ശ്രമിക്കുന്ന ANRനെ പോലൊരു സ്ഥാനാർത്ഥി, ഞാൻ O രാജഗോപാലിന് ശേഷം നിയമസഭയിൽ എത്താൻ പോകുന്ന ആളാണെന്ന് തുടക്കത്തിൽ പറയുന്ന ആൾ പിന്നീട് പറയുന്നത് കാണുമ്പോൾ, പിന്നീട് നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? എപ്പോഴാണ് ANR പറഞ്ഞത്? ഇന്ന് രാവിലെ. എങ്കില് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ CPM ഒരു ശക്തമായ പ്രചരണത്തിലോ അല്ലെങ്കിൽ ജയിക്കുമെന്നുള്ള പ്രതീതി പോലും ഇവിടെ ഉണ്ടാക്കിയിരുന്നില്ലേ? എന്തുകൊണ്ടാണ്? പക്ഷെ ജനങ്ങളുടെ പൾസ് അതിനെതിരെ വന്നത് ആർക്കൂടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ യാഥാർത്ഥ്യങ്ങളിലേക്ക് ചിന്തിക്കുക. ഇവിടെ എന്നോട് ഇന്നലെ ഇവിടെ എന്റെ പ്രാദേശികമായിട്ടുള്ള CPMന്റെ ആളുകൾ പറഞ്ഞത്, ഞാൻ വോട്ടെണ്ണിന് പോകാൻ ഇറങ്ങിയപ്പോ എന്നോട് പറഞ്ഞതറിയാം, ഞങ്ങൾ 8 മണിക്ക് പടക്കം പൊട്ടിക്കാൻ പോവാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇതൊരു ജനാധിപത്യ തെരഞ്ഞെടുപ്പല്ലേ, തെരഞ്ഞെടുപ്പില് അതിന്റെ വോട്ടെണ്ണി ഇല്ലില്ല. 8 മണിക്ക് പടക്കം പൊട്ടിച്ച CPM. അല്ല, അവർക്ക് ശ്രീ സജിയെ പോലെ അത്ര ഉറപ്പില്ലായിരുന്നു ഉമ്മയുടെ വിജയം പറയുന്നത് കഴിഞ്ഞാല് എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പൊ ഞാൻ പറയുന്നുണ്ട്, നമ്മള് അതിലെ വോട്ട് രേഖപ്പെടുത്തുക, പ്രചരണ വിഷയങ്ങൾ സംസാരിക്കുക, ജനങ്ങളുടെ ഹിതത്തിന് വേണ്ടിയിട്ട് നമ്മൾ അംഗീകരിക്കുക, ജനവിധിയെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ജനവിധി തുടങ്ങുന്നതിന് മുമ്പ് ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വികസനത്തിന് വേണ്ടിയിട്ടുള്ള, അല്ല ഞങ്ങൾ കാട്ടിക്കൂട്ടുന്ന വികസനം, ഞങ്ങൾക്ക് 99 ഉണ്ട്, ഞങ്ങൾക്ക് 100 തരണം, ആ 100 തന്നാലാണ് ഇവിടെ ഒരു തൃക്കാക്കരയ്ക്ക് വികസനം വരിക, കേരള ഗവൺമെന്റിന്റെ ഒരു പ്രഖ്യാപിത വികസന രേഖയ്ക്ക് ഒരു അംഗീകാരം വരിക. എന്താ സംഭവിച്ചത്? ഇവിടെ ആ ഒരു ധാർഷ്ട്യത്തിനെതിരെ വന്നപ്പോൾ ഇവിടെ പല ഭാഗത്തു നിന്നും പിന്നെ തീർച്ചയായിട്ടും സഹതാപ തരംഗം ഉണ്ടായിട്ടുണ്ടാവാം, സഹതാപ വോട്ടുകൾ കിട്ടിയിട്ടുണ്ടാവാം. അതൊക്കെ കൂടി വന്നപ്പോഴാണ്. പക്ഷെ CPMന്റെ ഭാഗത്തു നിന്നുള്ള വലിയ വോട്ട് നഷ്ടം വന്നിട്ടുണ്ട്. അത് മറ്റു പല ജാതി സംഘടനകൾ, മതസംഘടനകൾ കൊണ്ട് CPM അതിനെ മിനിമൈസ് ചെയ്തു, അല്ലെങ്കിൽ കള്ള വോട്ടുകൾ. എന്റെ വോട്ട് ബൂത്തിൽ വരെ എന്താണ് DYFIയുടെ മേഖലാ സെക്രട്ടറി വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കിയിട്ട് വോട്ട് ചെയ്യുക. ഞാനാണ് പിടിച്ച് പോലീസ് കൊടുത്തത്. എന്തൊരു ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന, എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ള ആ CPM ജനാധിപത്യത്തിന് ഭൂഷണമല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ നമ്മൾ കണ്ടല്ലോ. വിദ്വേഷ പ്രസംഗം നടത്തിയ ആളുകളെ കോടതി മിണ്ടരുതെന്ന് പറഞ്ഞ ആളുകളെ ദേശീയ പാർട്ടിയുടെ ആളുകളെ കൊണ്ട് ചുമന്നുകൊണ്ട് നടക്കുന്നത് നമ്മൾ കണ്ടില്ലേ സാർ? എന്റെ ലാലെ, ഇവിടെ ആളുകള് മലരും പൂവും ഒക്കെ എടുത്തിരുന്നോളൂ, കുന്തിരിക്കവും കത്തിച്ചോണ്ടിരുന്നോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ആളുകൾക്കൊക്കെ എതിരെ PDPയുമായിട്ടല്ല സഖ്യം ഉണ്ടാക്കിയത്. ഇത് തന്നെയാണ്, ഇതാണ് അങ്ങ് നേരത്തെ പറഞ്ഞ കാര്യത്തിൽ എത്ര ആത്മാർത്ഥതയുണ്ടെന്ന് ഇപ്പൊ പറയുന്ന ഈ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. ഇതിന്റെ ഒക്കെ തിരിച്ചടി CPMന് തന്നെ കിട്ടി. അതെ, ഞാനത് പറയാതിരുന്നതാണ്. ലാൽ അത്രയും പറഞ്ഞുകൊണ്ട് ഞാനത് തുറന്നു പറയേണ്ടി വന്നതാണ്. അതിന്റെ വലിയ തിരിച്ചടി സാമുദായികമായിട്ട് ഹൈന്ദവ ക്രൈസ്തവ വോട്ടുകൾ CPMനെതിരെ പോയി. ശരി, ആ യാഥാർത്ഥ്യങ്ങൾ ശ്രീ സജി ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. താങ്കൾ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും ഒക്കെ വല്ലാതെ വാഴ്ത്തിപ്പാടിയല്ലോ അല്പം മുമ്പ്. ജനാധിപത്യത്തിന് ഭൂഷണമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കേണ്ടതെന്ന് ദേശീയ പാർട്ടിയുടെ പ്രതിനിധിയായി ഇപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് പ്രസംഗിച്ചല്ലോ. എന്നിട്ട് എന്താണ് അങ്ങ് പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം? ഈ പറയുന്ന വിദ്വേഷ പ്രസംഗത്തെ സംസ്ഥാന സർക്കാർ പൂവിട്ട് പൂജിക്കണമെന്നാണോ? ഈ വിദ്വേഷ പ്രസംഗം നടത്തിയ PC ജോർജിനെ അറസ്റ്റ് ചെയ്യരുതായിരുന്നു എന്നാണോ? നടത്തിയാലും കേരളത്തിലെ ജനങ്ങള് അത് അംഗീകരിക്കില്ല. അങ്ങ് എന്താണ് പറഞ്ഞു വന്നത്? PC ജോർജിനെ വിദ്വേഷ പ്രസംഗം നടത്താൻ അഴിച്ച് ഊരി വിടണമായിരുന്നു എന്നാണോ? ഞങ്ങള് കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ മറ്റാളുകളാണെന്നൊന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ ജനങ്ങള്, ഇവിടുത്തെ വിദ്യാഭ്യാസമുള്ള തൃക്കാക്കരയിലെ ആളുകള്
അതിനെ പ്രതിരോധിക്കണം. ഏതാണ് ടോപ്പ് പ്രയോറിറ്റി എന്ന് ചിലപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോൾ ഈ ഗവൺമെന്റിന് താക്കീത് കൊടുക്കണമെന്ന് തോന്നിയപ്പോൾ ആ താക്കീതാണ് വന്നത്. രാജു ടി നായർ, അപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി വിജയിച്ചു, തൃക്കാക്കര UDF നിലനിർത്തി, കോൺഗ്രസിന് ഒരു MLA കൂടിയായിരിക്കുന്നു. അതായത് കണക്ക് വീണ്ടും കൃത്യമായിരിക്കുന്നു. 2021 കണ്ട കണക്കുകൾക്ക് ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. 41-99 എന്ന നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നതിനപ്പുറം ഒരു മാറ്റവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാൻ പോകുന്നില്ല എന്നതുകൊണ്ട് BJPയും ആം ആദ്മി പാർട്ടിയും 2020യും ഒക്കെ ഈ പൊതു സമൂഹവും ഒക്കെ അങ്ങനെ കണ്ട ഒരു തെരഞ്ഞെടുപ്പ് എന്നതിനപ്പുറം ഇനി പുതിയ കാഴ്ചകളുണ്ടോ ഇന്നത്തെ ദിവസം കഴിയുമ്പോൾ? ഡോക്ടർ ലാൽ, ഞാൻ അതിനു മുമ്പായിട്ട് മറ്റ് ഇവിടെ നടന്ന ചർച്ചയെ സംബന്ധിച്ചൊരു കാര്യം പറഞ്ഞിട്ട്, ഈ ചർച്ച മുഴുവൻ ഈ പണ്ട് പറഞ്ഞാൽ ഓരോ അരിമണിയിലും അത് കഴിക്കുന്ന ആളുടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ഈ ചർച്ച നടക്കുന്നത്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുമ്പോൾ സമകാലിക രാഷ്ട്രീയവുമായി ബന്ധപ്പെടുത്തി ഓരോ പൊളിറ്റിക്കൽ ഇഷ്യൂസുമായി ബന്ധപ്പെടുത്തി അവിടെ ജനങ്ങൾ തീരുമാനമെടുക്കും. ആ തീരുമാനത്തിൽ വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന കാണാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എത്രയോ സ്ഥലത്ത് UDFന് കിട്ടിയ വോട്ട് കുറഞ്ഞ് LDFന് വോട്ട് കൂടി വന്നിട്ട് അധികാരത്തിൽ വന്നു. അപ്പോൾ അത് എല്ലാം CPM ആയിട്ട് കോൺഗ്രസ് നടത്തിയ കച്ചവടമായിരുന്നു. ഇവിടെ ഈ ഡോക്ടർ ലാലിനും ഷാജി ജോസഫിനും എല്ലാം ഏറ്റവും കൂടുതൽ വിഷമം BJPക്ക് വോട്ട് കുറഞ്ഞു പോകുന്നതിലാണ്. ഞങ്ങളുടെ ശ്രമം BJPയെ 2011 മുമ്പത്തെ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഞങ്ങളുടെ ശ്രമം. അവിടെ കൃത്യമായ രാഷ്ട്രീയം ജനങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ സർക്കാർ വിരുദ്ധ സെന്റിമെന്റ്സിനെ എല്ലാം ഏകീകരിച്ചുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇവിടെ ഉപയോഗിക്കുന്ന വാക്കിലാണ് പിശക്. ഇടത് വിരുദ്ധർ എന്ന് പറയുന്നതിന് പകരം സ്വതന്ത്രമായ ജനങ്ങൾ ഈ സർക്കാരിൻ്റെ തീരുമാനങ്ങളെയും ഈ രാഷ്ട്രീയത്തെയും വിലയിരുത്തിക്കൊണ്ട് തീരുമാനമെടുക്കുന്നു എന്നാണ് തെരഞ്ഞെടുപ്പിൽ കാണേണ്ടത്. ആ തെരഞ്ഞെടുപ്പിൽ ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ അത് പ്രതിപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തിന് ലഭിക്കുന്ന ഒരു അംഗീകാരമായി മാറി, അത് സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായി മാറുന്നു എന്നുള്ളതാണ്. പിന്നെ ഡോക്ടർ ലാൽ ചോദിച്ചു ഈ നമ്പറിൽ മാറ്റം വരുന്നില്ല, പിന്നെന്താണ്? അതിലേക്ക് വരുന്നതിന് മുമ്പ് താങ്കൾ ഇപ്പൊ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ ഞാൻ ഒന്ന് ഇടപെട്ട് വരികയാണ്. ഞാൻ ചോദിച്ച ആ ചോദ്യത്തിലേക്ക് വരാം. ഞാൻ അത് താങ്കൾക്ക് അടുത്ത അവസരം തരാം. പക്ഷേ എനിക്ക് താങ്കൾ ഇപ്പൊ പറഞ്ഞൊരു കാര്യത്തെ നേരത്തെ ശ്രീ സജി പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ശ്രീ ഷാജി ജോസഫ് ഇവിടെ സാഗൂതം അത് കുറച്ചു നേരമായിട്ട് വീക്ഷിക്കുകയായിരുന്നു BJP പ്രതിനിധിയുടെ ഈ പ്രതികരണമൊക്കെ. അതിൻ്റെ പശ്ചാത്തലത്തിൽ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. താങ്കൾ പറഞ്ഞല്ലോ എന്നോട് BJPക്ക് വോട്ട് കുറയുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് എന്ന്. BJPക്ക് വോട്ട് കുറയുന്നത് എങ്ങനെയാണ് എന്ന കാര്യത്തിലാണ് എൻ്റെ സങ്കടം. BJPക്ക് വോട്ട് കുറയുന്നത് BJP അറിഞ്ഞുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തരുന്നു എന്ന രീതിയിൽ ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞതുപോലെ നിങ്ങൾക്കങ്ങ് വോട്ട് LDF തോക്കാൻ വേണ്ടി തരുന്നതിൽ അങ്ങനെയാണോ വേണ്ടത്? ഡോക്ടർ ലാൽ, അത് ഇന്നത്തെ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വെച്ച് നമുക്ക് അവലോകനം ചെയ്യാം. 2000 ചില്ലാനും വോട്ട് BJPക്ക് കുറയുന്നു. അതേസമയം തന്നെ LDFന് 2000 ചില്ലാനും വോട്ട് കൂടുന്നു. നിങ്ങൾ എന്തായാലും 2020യുടെ 13,000 ചില്ലാനും വോട്ട് അത് UDFന് വരുന്നു എന്നാണല്ലോ പറയുന്നത്. എൻ ബ്ലോക്കായിട്ട് UDFന് വരുന്നു എന്നാണല്ലോ. അപ്പൊ കണക്ക് കൃത്യമായിട്ട് വരുന്നുണ്ട്. 2020ന്റെ 13,000 ചില്ലാനും വോട്ട് കഴിഞ്ഞ തവണത്തെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ശ്രീ രാജു ടി നായർ, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. 2020യുടെ എൻ ബ്ലോക്ക് വോട്ട് 13,000 നിങ്ങളിലേക്ക് വന്നു ഞാൻ പറഞ്ഞിട്ടില്ല. അതുപോലെ താങ്കളുടെ ആ കണക്ക് തെറ്റാണ്. താങ്കൾ പറഞ്ഞതുപോലെ 2000 വോട്ട് അവിടെ നിന്ന് മാറിയത് ഇപ്പുറത്തേക്ക് വന്നു എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയല്ല. അങ്ങനെയാണെങ്കിൽ 2021 നടന്നതുപോലെ അന്നത്തെ ആളുകൾ അതേപോലെ പോയി വോട്ട് ചെയ്യണം. അത്രയും ആളുകൾ തന്നെ വോട്ട് ചെയ്യണം. അന്നത്തെ അതേ ആളുകൾ ആരും മരിച്ചു പോകാനും പാടില്ല. അവർ തന്നെ പോയി വോട്ട് ചെയ്യണം, എന്നാലേ നടക്കുള്ളൂ. ഡോക്ടർ ലാൽ, ഞാൻ അത് തന്നെയാണ് എൻ്റെ പോയിന്റ്. ഞാൻ ആ ആരോപണം ഉന്നയിച്ചത് അല്ലെങ്കിൽ ഞാൻ ആ വാദം ഉന്നയിച്ചത് തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ടും അത് രാഷ്ട്രീയമല്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അങ്ങയുടെ വാദം അതുകൊണ്ടാണ് താങ്കൾ നല്ല ഒന്നാം തരം രാഷ്ട്രീയക്കാരായിരിക്കുന്നത്. ഇപ്പൊ വീണെടുത്ത് അല്ല ഞാൻ ഇല്ലില്ല ഉരുളുന്നല്ല. ഞാനതാണല്ലോ ആദ്യം തന്നെ പറഞ്ഞത്. ഓരോ അരിമണിയിലും പേരെഴുതി വെച്ചിരിക്കുന്ന പറയുന്ന പോലെയല്ല വോട്ട്. സമകാലീന രാഷ്ട്രീയ സംവിധാനത്തിൽ ചിന്തിച്ച് ജനങ്ങൾ എടുക്കുന്ന തീരുമാനമാണ്. പിന്നെ അങ്ങ് പറഞ്ഞ നേരത്തെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അവിടെ ഈ നമ്പറുകൾ മാറുന്നില്ല. 41-ഉം 99-ഉമായിട്ട് തന്നെ നിൽക്കുമ്പോൾ എന്തു മാറ്റം എന്നുള്ളതാണ്. ആ മാറ്റം മറ്റൊന്നുമല്ല, കേരളയിൽ ഉൾപ്പെടെയുള്ള ഏറ്റവും വലിയ വികസന വിരുദ്ധ ഒരു മുദ്രാവാക്യവുമായി ജനങ്ങളുടെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്താൻ ശ്രമിച്ച ഒരു അധികാരത്തിൻ്റെ വലിയ ഭ്രാന്തോടുകൂടി പോയ ഒരു ഗവൺമെൻറ്. ആ ഗവൺമെൻറ്റിന് കടിഞ്ഞാണിടുന്ന തെരഞ്ഞെടുപ്പ് വിജയമാണ് തൃക്കാക്കരയിൽ 25,000-ന്റെ ഭൂരിപക്ഷം. അത് പഠിച്ചാൽ
ഗവൺമെന്റിനെ സംബന്ധിച്ചോളം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചോളം അങ്ങനെ ജനാധിപത്യത്തിൽ ഒരു നിയമമില്ലല്ലോ. ഒരു സഹതാപം, ഒരു MLA മരണപ്പെടുന്നതിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ ഭാര്യ മത്സരിച്ച് സഹതാപത്തിലൂടെ അതിന്റെ ഭാഗമായിട്ട് കൂടി കിട്ടുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ഒരു വിജയം ഉണ്ടാകുന്നു. ആ വിജയത്തിലെ ഭൂരിപക്ഷം ചൂണ്ടിക്കാട്ടി അവിടെ ഭരിക്കുന്ന സർക്കാരിനെതിരാണ്, അതിന്റെ നയങ്ങൾക്കൊക്കെ എതിരാണ് എന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഇപ്പോൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് പോലും അംഗീകാരമുള്ള കാര്യങ്ങളുണ്ടല്ലോ. ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ, അത് അല്ലെങ്കിൽ റേഷനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അതല്ലെങ്കിൽ വിദ്വേഷ പ്രസംഗം നടത്തുന്ന ആളുകളെ അറസ്റ്റ് ചെയ്ത് ഒരു ദിവസം ജയിലിലിടുന്ന സർക്കാർ എന്നുള്ള പേര്, ഇതൊക്കെ തെറ്റാണെന്ന് കൂടി പറയേണ്ടി വരും. അങ്ങനെ അംഗീകരിക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കാം. പക്ഷേ പൊതുവായിട്ടുള്ള ഈ ഗവൺമെന്റിന്റെ സമീപനം ജനവിരുദ്ധമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ പ്രകൃതി ആയിട്ടുള്ള പഠനം എതിരായാൽ പോലും കേരളയിൽ ഞങ്ങൾ നടപ്പാക്കും. ശരി. അപ്പൊ ശ്രീ ഷാജിയൻ ജോസഫ് അത് സമ്മതിച്ചു. പൊതുവായിട്ട് പ്രതിപക്ഷത്തിന് എതിർപ്പുള്ള കുറെ കാര്യങ്ങളുണ്ട്. ശ്രീ ഷാജിയൻ ജോസഫ് അരമിനിറ്റ് ഡോക്ടർ ലാൽ, അരമിനിറ്റ് ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ശരി ഡോക്ടർ ലാൽ, ഞാൻ അരമിനിറ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ അതിനേറ്റ തിരച്ചടി എന്ന് മാത്രമല്ല, UDFനെ സംബന്ധിച്ചോളം ഒരു പുതിയ നേതൃത്വം, പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശന്റെ നേതൃത്വത്തിൽ ശ്രീ K സുധാകരൻ, ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല ഉൾപ്പെടെ ഒരു കൂട്ടായ വർക്ക് നടത്തി നേട്ട ഈ വിജയത്തിന് വലിയ മതിപ്പുണ്ടാകാൻ, വലിയ മാറ്റമുണ്ടാക്കാൻ പ്രതിപക്ഷ രാഷ്ട്രീയത്തിൽ സാധിക്കും. അത് UDFന്റെ ഒരു വൻപിച്ച ഒരു കൊടുങ്കാറ്റ് പോലെയുള്ള തിരിച്ചുവരവിനുള്ള ഒരു തുടക്കമാണ്. അത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ദിസ് ഇസ് ദ ബിഗിനിങ് ഓഫ് ദ എൻഡ് ഓഫ് പിണറായി വിജയൻ എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ്. എനിക്കത് മനസ്സിലായി, കൊടുങ്കാറ്റെന്നൊക്കെ പറഞ്ഞ് മനസ്സിലായി. പക്ഷെ ബിഗിനിങ് ഓഫ് ദി എൻഡ് ഓഫ് താങ്കൾ പിണറായി വിജയന്റെ പേരൊക്കെ കൂടെ പറഞ്ഞത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല അവിടെ. കാരണം കോൺഗ്രസിന് തന്നെ ഒരുപാട് കാര്യങ്ങൾ നന്നാവാനുണ്ട്. ഇതൊരു തുടക്കമായി നിങ്ങൾക്ക് നന്നാകാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണെങ്കിൽ ഞാനും കൈയടിക്കുന്നു. ശ്രീ ഷാജിയൻ ജോസഫ് അങ്ങനെ കാണണ്ടേ? ശ്രീ രാജു പറഞ്ഞത് ഒരു ആവേശത്തിൽ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് ഇംഗ്ലീഷിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതല്ലാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം കൊണ്ട് പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് കോൺഗ്രസിലെ ഒരു നേതാവിനും അങ്ങനെ ഒരു ആലോചനയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെയല്ല രാഷ്ട്രീയ അരിത്മെറ്റിക് നിലകൊള്ളുന്നത്. ഇനി രാജു പറഞ്ഞ ഒരു കാര്യത്തോടെ എനിക്ക് പ്രതികരിക്കേണ്ടിയിരിക്കുന്നു. അത് BJPയുടെ വോട്ട് കുറയുന്നതിൽ ലാലിനും എനിക്കുമൊക്കെ എന്തോ വലിയ വിഷമമുണ്ട്, ആശങ്കയുണ്ട് എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. നമ്മൾ പറഞ്ഞു വന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സന്ദേശമാണ് ഞാൻ പറഞ്ഞു വന്നത്. അത് LDF വിരുദ്ധത വോട്ടായി മാറുമ്പോൾ UDFൻ്റെ വോട്ട് UDFനും BJP ആർജിക്കേണ്ട വോട്ടുകൾ BJPയുടെ ബാസ്ക്കറ്റിലുമാണ് വീഴേണ്ടത് എന്നതാണ് സാധാരണ രാഷ്ട്രീയം. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കേരളത്തിൽ LDFും UDFും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു രാഷ്ട്രീയ സ്പേസിൽ മൂന്നാമതൊരു കക്ഷിയായി ഈ രണ്ട് കക്ഷികളോടും നേരിടാൻ ഒരുങ്ങുന്ന BJPയെ പോലുള്ള BJP നേതൃത്വം കൊടുക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിന് അവരുടെ വോട്ടുകൾ അത് ഗവൺമെൻറ്റിനെതിരാണെങ്കിലും LDFിനെതിരാണെങ്കിലും എന്ത് മുദ്രാവാക്യത്തിൻ്റെ പേരിലാണെങ്കിലും വോട്ടുകൾ വരുമ്പോൾ അത് BJPയുടെ കിറ്റിയിൽ കണ്ടില്ല എങ്കിൽ ഒരു കാരണം പറഞ്ഞും അത് UDFിലേക്ക് പോകാനുണ്ടായ സാഹചര്യം എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അല്ല എങ്കിൽ പിന്നെ കേരളത്തിൽ BJPയും 2020യുമൊക്കെ UDFിൻ്റെ സഖ്യകക്ഷികളായി മാറേണ്ടി വരില്ല ഉടനെ. അതുകൊണ്ടാണ് രാജു ഞാൻ പറഞ്ഞത് BJPയുടെ പരമ്പരാഗതമായ വോട്ട് BJPക്ക് സമാഹരിച്ച് അല്പം കൂടെ മുന്നോട്ട് പോകാൻ ഉപതെരഞ്ഞെടുപ്പിലാണെങ്കിലും അല്ലെങ്കിലും സാധിക്കുന്നില്ല എങ്കിൽ കേരളത്തിലെ രണ്ട് രാഷ്ട്രീയ സഖ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ മൂന്നാമതൊരു കക്ഷിയായി അവരുടെ സാന്നിധ്യം പിടിച്ചു നിർത്താൻ BJPക്ക് സാധിക്കാതെ വരുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ രാഷ്ട്രീയ പരാജയമാണ് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അല്ലാതെ BJPയുടെ വോട്ട് കുറയുന്നതിൽ രാജുവിനെ പോലെ തന്നെയാണ് ഞാനും. രാജുവിന് സങ്കടമുണ്ടായാൽ എനിക്കും സങ്കടമുണ്ടാകും. രാജുവിന് സങ്കടമുണ്ടാകില്ല എന്ന് എനിക്കറിയാം. ശ്രീ ഷാജി ജോസഫ് എന്റെ ചോദ്യം അങ്ങനെ BJP അപ്രസക്തമായി പോകണം എന്നല്ലേ മതേതര കേരളം ചിന്തിക്കുന്നത്? ആ മതേതര കേരളത്തിന്റെ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് BJP ഉപ്പുവെച്ച കലം പോലെ താഴത്തേക്ക് പോകുന്നത് കാണുമ്പോൾ
നിങ്ങളുടെ വോട്ട് നിങ്ങൾ പിടിച്ചു നിർത്തണമെന്ന് ഉപദേശിക്കുകയാണോ വേണ്ടത്? നമ്മൾ പകരം ആ ഉപദേശിക്കുകയല്ല. വോട്ട് ആർജിക്കാനുള്ള നടപടികൾ എടുക്കുക എന്നുള്ളതാണ് ശ്രീ മതി. രാജുവിന്റെ മനസ്സിലെ രാജുവിലെ രാഷ്ട്രീയക്കാരന്റെ കോൺഗ്രസ്സുകാരന്റെ ആഗ്രഹമാണ് രാജു പറയുന്നത്. നമ്മൾ അങ്ങനെ ആഗ്രഹമല്ല ഇപ്പോൾ ഇവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ആഗ്രഹം തന്നെയാണല്ലോ പ്രാവർത്തികമാക്കുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ അതെ ഒരു കോൺഗ്രസ്സുകാരന്റെ മനസ്സാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ നമ്മളിവിടെ പറയുന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തിൽ നിന്ന് ഉയരുന്ന ഒരു സന്ദേശമുണ്ട്. അതിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ആ രാഷ്ട്രീയ പാഠങ്ങൾ, ആ ഇലക്ടറൽ മെസ്സേജ് എന്താണ് എന്നതാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ രാജു ടി നായർ, അവിടെ BJPയുടെ വോട്ടുകൾ കുറയാനും BJPയുടെ വോട്ടുകൾ അങ്ങനെ കുറഞ്ഞു BJP ഇല്ലാതാകാനും എന്ന് താങ്കൾ പറഞ്ഞത് അതിലേക്കല്ലല്ലോ കാര്യങ്ങൾ പോകുന്നത്. ഇതൊരു തരം അഡ്ജസ്റ്റ്മെന്റ് പോലെ. ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പിൽ BJP ജയിക്കില്ല എന്നുള്ളത് കൊണ്ട് ശ്രീ സജി പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ. അവർ എന്ത് ചെയ്യുന്നു, ആ വോട്ടുകളെല്ലാം LDFനെതിരെ എന്ന് പറഞ്ഞ് ഉമാ തോമസിന് കൊടുക്കുന്നു, UDFന് കിട്ടുന്നു. ഇനി നാളെ ഒരു ഉപതെരഞ്ഞെടുപ്പ് അവിടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് നടക്കുന്നതെങ്കിൽ, തൃക്കാക്കര ഭാഗത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണെങ്കിൽ നിങ്ങളുടെ വോട്ടുകൾ നേരെ BJPക്കും കൊടുക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. നേരത്തെ നിങ്ങളുടെ മണ്ഡലങ്ങൾ, നിങ്ങളുടെ വാർഡുകളൊക്കെ അവർ പിടിച്ചെടുത്തിട്ടുമുണ്ട് തൊട്ട് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ. ഇത് BJP തളരലല്ല. അപ്പൊ ഡോക്ടർ ലാൽ, അങ്ങനെയാണെങ്കിൽ 2019 ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്നു. 20ൽ 19 എണ്ണം കോൺഗ്രസ് ജയിച്ചു. നമ്മൾ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നോ? ശ്രീ പിണറായി വിജയനും ശ്രീ രമേശ് ചെന്നിത്തലയും അന്നത്തെ KPCC നേതാവ് ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നടത്തിയിട്ടായിരുന്നോ കോൺഗ്രസിന് ആ 19 സീറ്റ് ജയിച്ചത്? ഞാനിതാണ് സൂചിപ്പിച്ചത്. നിങ്ങൾ ഒരു താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇന്ന വോട്ടുകൾ ഇന്നടത്തെ പോകാൻ പാടുള്ളൂ എന്നുള്ള ഒരു പ്രിജുഡിസ് വെച്ച് നിങ്ങൾ രാജു ടി നായർ അത് പറഞ്ഞത് വളരെ നന്നായി. 2019 തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം താങ്കൾക്ക് ഓർമ്മയുണ്ടോ? 2019 തെരഞ്ഞെടുപ്പിന്റെ സാഹചര്യം ശ്രീ ഷാജി M ജോസഫിന് ഓർമ്മയുണ്ടാകും. ശബരിമലയുമായി ബന്ധപ്പെട്ട വലിയ വാദങ്ങൾ റോഡിൽ മുഴുവൻ BJPക്കാർ പ്രതിരോധിച്ച ഒരു ഘട്ടം. BJP വലിയ രീതിയിൽ പ്രചരണം നടത്തി ലോക്സഭാ സീറ്റ് നേടിയെടുക്കും എന്ന രീതിയിലേക്ക് ഒരു വലിയ പ്രചണ്ഡ പ്രചാരണം നടത്തിയ ഒരു കാലഘട്ടമാണ്. അവിടെ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? ആ വിഷയത്തിൽ നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു? അതിന്റെ ഫലം എന്തായി എന്നത് നമ്മൾ കണ്ടതാണ്. ഷാജി M ജോസഫ് താങ്കളിലേക്ക് വരാം. ശ്രീ ഷാജി M ജോസഫ്, അബദ്ധത്തിലേക്കാണ് പോയി ചാടുന്നത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ശബരിമലയുടെ ഫലമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരനാണ് ഞാൻ. അത് CPM അല്ല, അത് ശബരിമല കാരണമാണ് ലോക്സഭയിൽ കോൺഗ്രസ് ജയിച്ചത് എന്ന വാദം ഇപ്പൊ ന്യായീകരിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിങ്ങൾ ദൂരവ്യാപകമായ CPMന്റെ പ്രതികരണമല്ല ഞാൻ പറഞ്ഞത്. CPMന്റെ പ്രതികരണമല്ല ഞാൻ പറഞ്ഞത്. ഞാനൊരു അക്കാഡമിക് വീക്ഷണം ഞാൻ പറഞ്ഞതാണ്. ഒരു അക്കാഡമിക് വീക്ഷണമാണ്. ഷാജി M ജോസഫിനോട് ഞാൻ ചോദിച്ചതാണ്. അത് ഈ 2019 തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ സാഹചര്യത്തിൽ BJP അഴിച്ചുവിട്ട ഒരു ഹൈന്ദവൽക്കരണത്തിന് വേണ്ടിയുള്ള ഒരു ശ്രമമുണ്ടായിരുന്നു. ആ അന്തരീക്ഷത്തിൽ രാജ്യത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ശ്രീ നരേന്ദ്രമോദി നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കോൺഗ്രസിനെ വിജയിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന ഒരു ചിന്തയുടെ ഫലമായിരുന്നു 2019 തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിനെ നമ്മൾ ഇപ്പോൾ കാണുന്നത് പൂർണ്ണമായി അംഗീകരിക്കുന്നു. രാജു പറയുന്നത് പോലെയാണെങ്കിൽ നമുക്ക് തെരഞ്ഞെടുപ്പുകളുടെ ഫലത്തെ പലപ്പോഴും ചർച്ച ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. പക്ഷെ അതുകൊണ്ട് LDFും UDFും തമ്മിൽ ഒരു ധാരണയാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇല്ല, അങ്ങനെ ഒരു ചർച്ച നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുമില്ല. അത് വെച്ചിട്ട് താങ്കൾ ന്യായീകരിക്കുന്നത് BJPയുമായി ഒരു ധാരണയും ഇല്ലാത്ത തെരഞ്ഞെടുപ്പാണ് ഈ ഇപ്പോൾ ഉണ്ടായ ഉപതെരഞ്ഞെടുപ്പ്, അതിനു മുമ്പുണ്ടായ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ എന്നൊക്കെയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ ആഴത്തിൽ പരിശോധിക്കേണ്ടി വരും. ശ്രീ സജി, താങ്കൾക്ക് കേൾക്കാമെങ്കിൽ സജി, താങ്കളോടാണ്. സജി കേൾക്കാമോ? ശ്രീ ഷാജി M ജോസഫ്, ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്നത് 2021 നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമായി വിജയിച്ച ഒരു MLAയുടെ നിര്യാണത്തെ തുടർന്നുണ്ടായ ഒരു തെരഞ്ഞെടുപ്പ്. അവിടെ ഇപ്പോൾ ആ സീറ്റ് UDF നിലനിർത്തിയിരിക്കുന്നു, കോൺഗ്രസ് നിലനിർത്തിയിരിക്കുന്നു. കണക്കുകൾക്ക് ഉണ്ടാകുന്ന വ്യത്യാസത്തെ രാഷ്ട്രീയമായി ഇനി കാണും എന്നൊക്കെ ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു രാജു ടി നായർ. പക്ഷേ അതുകൊണ്ട് മുന്നോട്ടുള്ള പിണറായി വിജയൻ സർക്കാരിനുള്ള പോക്കിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യത്യാസം ഉണ്ടാകേണ്ടതുണ്ടോ? ഉണ്ടാകുമോ? അരിത്മെറ്റിക്കലി അല്ലെങ്കിൽ നയപരമായിട്ടോ
ഒരു വ്യത്യാസവും ഇതിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഗവൺമെൻറ് സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ് വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടിയാണല്ലോ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പോസിറ്റീവായ ഗുണം ഉണ്ടാകുന്നത് ഞാൻ പ്രതിപക്ഷത്തിലാണ് കാണുന്നത്. പരസ്പരം കലഹിച്ചു നിൽക്കുന്ന, ഇന്ന് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, KPCC പ്രസിഡന്റ് ആവശ്യപ്പെട്ടത് പിണറായി വിജയൻ്റെ രാജിയാണ്. എന്നാൽ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഒരു സീറ്റ് ജയിച്ചു എന്നതിൻ്റെ പേരിൽ രാജി ആവശ്യപ്പെടില്ല എന്നതാണ്. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ, പ്രതിപക്ഷ നേതൃനിരയിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലും നിലനിൽക്കുന്ന ഒരു ലാക്ക് ഓഫ് കോർഡിനേഷൻ, അവർക്കിടയിലെ ഒരു ഒത്തൊരുമയില്ലായ്മ, അതിനെ അതിജീവിക്കുന്നതിനും പ്രതിപക്ഷത്തിൻ്റെ പങ്ക് പൂർണ്ണമായി നിർവഹിക്കുന്നതിനും ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് കോൺഗ്രസിനും UDFനും ഒരു പുതു ഉണർവ് ലഭിക്കും എന്ന് ഞാൻ കരുതുന്നു. ഇല്ല എങ്കിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ കാഡറുകളും അല്ലെങ്കിൽ കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യുന്നവരും കോൺഗ്രസിൻ്റെ അഭ്യുദയകാംക്ഷികളുമൊക്കെ കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ പോയാൽ എന്താകുമെന്ന് വളരെ മനോവിഷമത്തോടുകൂടി നിന്ന്. ശരി ശ്രീ സജി, ഇത് BJPക്കും ബാധകമാണ്. BJP വല്ലാത്ത അവസ്ഥയിലാണ് കണക്കുകൾ വെച്ച് ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കും പ്രതിപക്ഷത്തോട് മത്സരിക്കേണ്ട അവസ്ഥയാണ്. അവിടെ തമ്മിൽ മത്സരിക്കുന്ന കോൺഗ്രസ്സുകാർ, ഇവിടെ BJP നിങ്ങൾ അവരെ സഹായിച്ചാൽ പോലും ഇനി അങ്ങോട്ട് മുഖ്യ പ്രതിപക്ഷം ആരാണ് എന്ന് ആകാനുള്ളൊരു ശ്രമം ഉണ്ടായിരുന്നല്ലോ. അവിടെ BJP വളരെ പുറകോട്ട് പോയിരിക്കുകയാണ്. അല്ലേ, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് വരെയുള്ളൂ ഞങ്ങൾക്ക് രാഷ്ട്രീയ കാര്യങ്ങൾ. കേരള സർക്കാരിനെ കൈയയച്ച് സഹായിക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ആണുള്ളത് ഓരോ കാര്യങ്ങൾക്കും. അത് വേണ്ട രീതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞല്ലോ, വേണ്ട രീതിയിൽ ഇപ്പൊ കൊച്ചിക്ക് നിരവധി പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഇവിടെ 320 കോടിയിലധികം അമൃത് പദ്ധതി കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റ്. ബാക്കി പെട്ടെന്ന് ചെലവാക്കിട്ട് കാർഷിക മേഖലയ്ക്ക് കൊടുത്തിരിക്കുന്ന 2000 ചില്ലുവാനും കോടി ബാക്കി എത്രയും ജൂൺ 30 മുമ്പ് കർഷകർക്ക് കൊടുക്കട്ടെ. അതിനിടയിൽ മറ്റ് നെഗറ്റീവ് പൊളിറ്റിക്സിലേക്ക് കാര്യങ്ങൾ വരുമോ എന്നുള്ളതാണ്. അവസാനത്തെ ഒരു 10-20 സെക്കൻഡ് ശ്രീ രാജു ടി നായർ, താങ്കൾക്ക് അവസാനിപ്പിക്കാം. വരാനുള്ള ആർജവമുള്ള പാർട്ടിയാണ് NDAയും BJPയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പെ സംബന്ധിച്ചോളം ഇവിടെ സൂചിപ്പിച്ച പോലെ അരിത്തമെറ്റിക്കലി യാതൊരു മാറ്റവും ഉണ്ടാക്കുന്നില്ലെങ്കിലും നയപരമായിട്ട് ഈ സർക്കാരിന് മാറ്റമുണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ തീവ്ര വലത് പക്ഷ നയങ്ങളിലോട് ചേർന്ന് നിൽക്കുന്ന ഈ പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു ഇടതുപക്ഷ സ്പേസ് അത് കോൺഗ്രസ് ഒക്യുപ്പൈ ചെയ്യുകയും ഒരു പ്രതിപക്ഷം എന്ന രീതിയിൽ കൂടുതൽ കരുത്തോടെ കൂടുതൽ ഊർജ്ജത്തോടെ മുന്നോട്ട് പോയി ആ ഇടതുപക്ഷ സ്പേസ്. അപ്പൊ അതിനൊക്കെയുള്ള സമയമുണ്ടോ? അതിനൊക്കെ സാഹചര്യങ്ങൾ പ്രതിപക്ഷത്തിന് ഒരുക്കുമോ എന്നാണ് അറിയേണ്ടത്. പ്രതിപക്ഷത്തെ തർക്കങ്ങൾ തീർന്ന് അതിലേക്കൊക്കെ പോകാനാകുമോ? എന്തായാലും വലിയ കണക്കുകൾ വ്യത്യാസമില്ലാതെ 99-41 എന്ന രീതിയിൽ തന്നെ വീണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ന്യൂസ് ആൻഡ് വ്യൂ, ക്ഷമിക്കണം, ചർച്ച അവസാനിക്കും.